ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഒത്തിരി വീഡിയോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഒരു കിഡിലൻ പ്രൊജക്റ്റിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, നല്ലൊരു പ്രൊജക്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രീ സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതിൽ കുറച്ച് കോയിൻസ് നിങ്ങൾ മേടിച്ചിട്ട് അത് ഹോൾഡ് ചെയ്യുക. ഓക്കെ, ഏകദേശം നെക്സ്റ്റ് മന്ത് തന്നെ അതിൻ്റെ ലിസ്റ്റിംഗ് ഉണ്ടാവും. ഇപ്പോൾ ലിസ്റ്റിംഗ് പ്രൈസ് വളരെ കുറവാണ്. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാം. എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ വീഡിയോൻ്റെ മുമ്പിൽ വീഡിയോക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ജസ്റ്റ് എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കാര്യം പറയാൻ പോകുന്നത് അതിൻ്റെ വെബ്സൈറ്റിനെ കുറിച്ചിട്ടാണ്. അപ്പം ഒരു പ്രൊജക്റ്റിന് നമ്മളിപ്പോൾ ഒരു യൂട്യൂബർ പറഞ്ഞതുകൊണ്ട് മാത്രം നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഒരു പ്രൊജക്റ്റിൽ കയറി എടുത്ത് ചാടി തീരുമാനം എടുക്കരുത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അവരുടെ വെബ്സൈറ്റ് എങ്ങനെയാണെന്ന് നോക്കുക, അവരുടെ റോഡ് മാപ്പ് എങ്ങനെയാണെന്ന് നോക്കുക, അവരുടെ വൈറ്റ് പേപ്പർ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ആദ്യം തന്നെ റീസെർച്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഞാൻ നിങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റിലോട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം എങ്ങനെയുണ്ട് അവരുടെ വെബ്സൈറ്റ്, അതിൻ്റെ കാര്യങ്ങൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ നോക്കാം. എങ്ങനെയാണ് അവരുടെ വൈറ്റ് പേപ്പർ, ജസ്റ്റ് ഒക്കെ എല്ലാ കാര്യങ്ങളും ഇപ്പം തന്നെ അതിൻ്റെ കാര്യം ഫുൾ നമ്മളിപ്പോൾ തന്നെ ചെക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ അവരുടെ വെബ്സൈറ്റിൻ്റെ പേര് denlink.xyz എന്നാണ് അവരുടെ ഡെൻലിങ്കിൻ്റെ ജസ്റ്റ് വെബ്സൈറ്റ്. അപ്പോൾ അവരുടെ ഇൻ്റർഫേസ് ഇങ്ങനെയാണ്. അപ്പോൾ അവരുടെ എല്ലാ കാര്യങ്ങളും അവർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അവരുടെ എക്കോ സിസ്റ്റം, റോഡ് മാപ്പ്, പ്രീ സെയിൽ, അതുപോലെ തന്നെ എല്ലാ കാര്യവും അവർ കൊടുത്തിട്ടുണ്ട്. അവർ ഫസ്റ്റ് അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി ബ്രീഫായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്നും കൂടി റിസർച്ച് ചെയ്യണം. ജസ്റ്റ് സിമ്പിളായിട്ട് ഇപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അപ്പോൾ അവരുടെ എക്കോ സിസ്റ്റം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ അവരുടെ 2 പ്രോജക്റ്റ് ഇപ്പോൾ നിലവിലുണ്ട്. ഓക്കെ, ഈ ഡെൻലിങ്കിൻ്റെ 2 പ്രോജക്റ്റ് ഇപ്പോൾ നിലവിലുണ്ട്. അവരുടെ ഓൺഗോയിങ് പ്രോജക്റ്റായിട്ട് ഒന്ന് ഡെൻ സ്റ്റോറും ഒന്ന് ഡെൻ ലെയണും. ഡെൻ സ്റ്റോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, അവിടെ നിന്ന് ബൈ ചെയ്യാൻ പറ്റും. അത് സ്റ്റോറാണ്, സാധാ ഒരു നമ്മളിപ്പോൾ ഒരു ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെ തന്നെ ഒരു സ്റ്റോറാണത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട എന്താണ് അവിടെ നിങ്ങൾക്ക് വേണ്ടി മീൻസ് മേടിക്കാൻ പറ്റും. പിന്നുള്ളൊരു പ്രോജക്റ്റാണ് ഡെൻ ലേൺ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഈ ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ഡേറ്റ് ആയിട്ട് ഒരു ന്യൂസ് പോലെ നിങ്ങൾക്ക് ജസ്റ്റ് ലേൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ അവിടെ വരാൻ പോകുന്ന ഒരു പ്രോജക്റ്റാണ്, അപ്കമിങ് പ്രോജക്റ്റ് ഡെൻ ഫിനാൻസ് എന്ന് പറയുന്നൊരു പ്രോജക്റ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ ഫ്യൂച്ചർ ജനറേഷൻ ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു പ്ലാറ്റ്ഫോം അവരെന്ത് ചെയ്യുന്നുണ്ട്, അവർ കൊണ്ടുവരുന്നുണ്ട്. അതിൻ്റെ പേരാണ് ഡെൻ ഫിനാൻസ് എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ്. ഓക്കെ, നമ്മൾ തൊട്ട് ബാക്കോട്ട് അടിക്കുക. അതിന് ശേഷം നമ്മൾ പറയാൻ പോകുന്ന കാര്യം അവിടെ പ്രീ സെയിൽ. ഓക്കെ, ഇപ്പോൾ അവിടെ പ്രീ സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അവിടെ ഈ പ്രീ സെയിൽ നമ്മൾ കുറച്ച് കോയിൻസ് നിങ്ങൾ മേടിച്ചിട്ട് കഴിഞ്ഞാൽ അവർ ലിസ്റ്റ് ചെയ്യാൻ പോകുന്നു. ഇപ്പോൾ അടുത്ത് തന്നെ ഈ കാലത്തിനടുത്താണ് നെക്സ്റ്റ് മന്ത് തന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട്, ലിസ്റ്റിങ് കാര്യങ്ങളൊക്കെ അവർ കൊണ്ടുവരുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് റോഡ് മാപ്പ്, ഇവിടെ റോഡ് മാപ്പ് കറക്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏകദേശം 2022 റെഫറൽ പ്രോഗ്രാം ലോഞ്ച് വരെ ഇപ്പോൾ അവർ കൊടുത്തിട്ട് ഇപ്പോൾ 2023 ട്രോൺ ബ്ലോക്ക് ചെയിൻ അവർ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ടോക്കൺ ഡിസ്ട്രിബ്യൂട്ട് നെക്സ്റ്റ് ആണ് എക്സ്ചേഞ്ച് ലിസ്റ്റിംഗ് ഉണ്ട്. അതിനുശേഷം CMCയിൽ കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ വരുന്നുണ്ട്, ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം സ്റ്റേക്കിംഗ് പ്രോഗ്രാമും കൂടി എന്തുണ്ട് അവർ കൊണ്ടുവരുന്നുണ്ട്. അതിനുശേഷം ഒരു ന്യൂ റെഫറൽ പ്രോഗ്രാം കൂടി അവർ കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിന് ശേഷം അവരുടെ അവരുടെ വൈറ്റ് പേപ്പറിൽ ഓൾറെഡി ഉണ്ട്. നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാൻ പറ്റും. എന്തെങ്കിലും അവരുടെ എക്സ്ട്രാ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അവരുടെ വൈറ്റ് പേപ്പർ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. അതിനുശേഷം അവരുടെ ട്വിറ്റർ അക്കൗണ്ട് ഉണ്ട്. ജസ്റ്റ് ട്വിറ്റർ അക്കൗണ്ട് കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾ അവരൊക്കെ കറക്റ്റ് ഫോളോ ചെയ്യണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് അവരുടെ അപ്ഡേറ്റും കാര്യങ്ങളും പെട്ടെന്ന് കിട്ടും. ഓക്കെ, ഇപ്പോൾ അവർ ഏകദേശം 4 എക്സ്ചേഞ്ചിലാണ് അവർ ലിസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഫസ്റ്റ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് അവരുടെ ഫസ്റ്റ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഹോള എന്ന് പറയുന്ന ഒരു എക്സ്ചേഞ്ചാണ്. ഹോള. ഓക്കെ, ഇതാണ് എക്സ്ചേഞ്ച്. അപ്പോൾ അവരിപ്പോൾ അടുത്ത് ലിസ്റ്റ് ചെയ്യാൻ പോകുന്ന എക്സ്ചേഞ്ചാണ് ഹോള എക്സ്ചേഞ്ച്. ഓക്കെ, മിക്കവാറും ഈ ഹോള വാലറ്റിൽ ഈ ഹോള എക്സ്ചേഞ്ചിൽ എന്ത് ചെയ്യും, അവർ ലിസ്റ്റ് ചെയ്യാൻ പോകും. ഓക്കെ, ന്യൂ ലിസ്റ്റിംഗ് ഡെൻലിങ്ക് ഏകദേശം ഈ ഫെബ്രുവരി 10-ാം തീയതി എന്ത് ചെയ്യുന്നുണ്ട്, അവർ ലിസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട് ഹോളയിൽ. അപ്പോൾ ഹോളയിൽ ലിസ്റ്റ് ചെയ്യുന്ന പ്രൈസ് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം, എങ്ങനെയാണെന്നുള്ള എല്ലാ കാര്യവും പറഞ്ഞു തരാം. നെക്സ്റ്റ് ഉള്ള ഒരു എക്സ്ചേഞ്ചാണ് XT എന്ന് പറയുന്ന ഒരു എക്സ്ചേഞ്ച് അവർ ലിസ്റ്റ് ആകാൻ പോകുന്നുണ്ട്. XT.com എന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. XT എന്ന് പറയുന്ന ഒരു എക്സ്ചേഞ്ച് ലിസ്റ്റ് ആകാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ ലിസ്റ്റ് ആകാൻ പോകുന്നത് സൺസ്വാപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വാപ്പ് ചെയ്യാം. ഓക്കെ, നമ്മൾ പാൻകേക്ക് സ്വാപ്പ് പോലെ തന്നെ ഒരു സ്വാപ്പിംഗ് ഒരു മെത്തേഡാണ് സൺസ്വാപ്പ് എന്ന് പറയുന്നൊരു ഇതിലുണ്ട്, അവർ ലിസ്റ്റ് ആകാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ അതിനുശേഷം അവർ നമ്മുടെ ഓൾറെഡി ഇപ്പോൾ എല്ലാ ആളുകളുടെ കയ്യിൽ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സ്ചേഞ്ചാണ് ഹോട്ട്ബിറ്റ് എന്ന് പറയുന്ന എക്സ്ചേഞ്ച്. ആ ഹോട്ട്ബിറ്റിനും കൂടി എന്ത് ചെയ്യുന്നത്, അവർ ലിസ്റ്റ് ആകാൻ പോകുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ അവരുടെ ഒരു റിട്ടേണും കാര്യങ്ങളും എങ്ങനെയാണ് ഡെൻലിങ്കിനെ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് അവർ പറയുന്നത്, എങ്ങനെ
കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇതിലുണ്ടോ 0.0063. ഇതാണ് ഇപ്പോൾ അവിടെ ലിസ്റ്റിംഗ് പ്രൈസ്. ഇപ്പോൾ നമ്മളിപ്പോൾ മേടിക്കാൻ പോകുന്ന ഈ പ്രീസെയിൽ പ്രൈസാണ് 0.063. ഇതിനവർ ഇന്നലെ 2 ഘട്ടമായിട്ട് തിരിച്ചിട്ടുണ്ട്. പ്രീസെയിലിൻ്റെ സെക്കൻഡ് റൗണ്ടും തേർഡ് റൗണ്ടൊക്കെ അവരിതിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതാണ് അതിൻ്റെ ഫസ്റ്റ് റൗണ്ട്. ഇപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, മേടിച്ചിടുക. ഓക്കെ, പ്രീസെയിൽ തന്നെ മേടിച്ചിടുക. ഏകദേശം 0.063 ഉണ്ട്. നമ്മുടെ INR കൺവേർട്ട് ചെയ്യുമ്പോൾ 50 പൈസയാണ്. 0.5 RS ആണ് ഇപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എത്രയാണ് ഒരു നമ്മൾ അപ്പോൾ ഇതിൽ കുറച്ച് പ്രൊജക്റ്റ് അപ്പോൾ പ്ലാനുകളുണ്ട്. ഓരോ പ്ലാനിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോയിൻസ് മേടിക്കാൻ പറ്റും. ഓക്കെ, അത് സെക്കൻഡ് റൗണ്ടിലാകുമ്പോൾ ഏകദേശം 0.0099 കിട്ടും. അതിനുശേഷം 0.016 ആണ് തേർഡ് റൗണ്ടിൽ പറയുന്നുണ്ടോ. തേർഡ് റൗണ്ടിൽ പറയുന്നത് 0.06 ആണ്. പിന്നെ പബ്ലിക് സെയിൽ ഓക്കെ മാർക്കറ്റിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നതാണ് 0.025. ഏകദേശം 30 പൈസയോളം പ്രീസെയിൽ നിന്ന് ഇൻക്രീസ് ആയി. അപ്പോൾ നമുക്ക് അത്രയും പ്രോഫിറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മേടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അപ്പോൾ നമുക്ക് ഈ പ്രൈസ് 0.06 അപ്പോൾ 0.025 ആണ് ഇപ്പോഴത്തെ അപ്പോൾ നമ്മൾ പബ്ലിക് സെയിലിലോട്ട് വരുന്നത്. ഓക്കെ, 0.5 നിന്നും 0.5 INR നിന്നും നമുക്ക് എന്തായി അത്രയും നല്ലൊരു ഗ്രോത്ത് കിട്ടി. 0.025 എന്ന് പറയുമ്പോൾ നമ്മുടെ USDT ചെക്ക് ചെയ്ത സമയത്ത് 0.025 എന്ന് പറയുമ്പോൾ ഏകദേശം 2 രൂപയോളം എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ പബ്ലിക്കിലേക്ക്. 2 RS ആണ് വരുന്നത്. 2 RS ആണ് നമ്മൾ പബ്ലിക് സെയിലിലേക്ക് വരുമ്പോൾ, മീൻസ് മാർക്കറ്റിലോട്ട് വരുമ്പോൾ, എക്സ്ചേഞ്ച് ലിസ്റ്റിലേക്ക് വരുമ്പോൾ 2 RSോളം ആവും. ഇപ്പോൾ അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ 0.5 ആണ്. INR പറയുമ്പോൾ 0.5 ആണ് ഇപ്പോൾ അതിൻ്റെ പ്രൈസ്. അപ്പം നിങ്ങൾ ഇപ്പോൾ തന്നെ മാക്സിമം മേടിക്കുക. 2 RS ആവുന്ന സമയത്തിനേക്കാൾ ഇപ്പോൾ മേടിക്കാം. ഇപ്പോൾ മേടിച്ച് കഴിഞ്ഞാൽ 2 RS ആകുമ്പോൾ നമുക്ക് അത്രയും പ്രോഫിറ്റാണ്. ഏകദേശം നല്ലൊരു ശതമാനം 296% നമുക്ക് പ്രോഫിറ്റാണ് നമ്മൾ പ്രീസെയിൽ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നല്ലൊരു പ്ലാൻ തന്നെ നിങ്ങൾ തിരഞ്ഞെടുത്ത് അത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു നല്ലൊരു ബിസിനസ് മെത്തേഡായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇത്രയും അപ്പോൾ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഓരോ ഇയറിലും അവരുടെ പ്രൈസ് വേരിയേഷൻ പോകുന്നതാണ്. ഏകദേശം $0.5 വരെ അവരെത്തിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് ഇവരുടെ ഒരു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കണ്ടു. അവരുടെ പ്രൈസിലും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഇത്രയും കാര്യങ്ങൾ ലിസ്റ്റിംഗ് പ്രൈസും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് നിങ്ങൾക്ക് കുറച്ച് കോയിൻസ് മേടിച്ചിടാം, എങ്ങനെയാണ് നമ്മളിപ്പോൾ കോയിൻസ് മേടിക്കുക, എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു തരാം. തൊട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് ഉണ്ട്. നേരെ നിങ്ങൾ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇൻ്റർഫേസിലായിട്ടാണ് നിങ്ങൾ വരിക. അപ്പോൾ നിങ്ങളിതിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. എങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യം ഇപ്പോൾ പറഞ്ഞുതരാം. അത് നിങ്ങൾ ഫസ്റ്റ് ഒരു നെയിം കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ കൺട്രി കൊടുക്കുക. അപ്പോൾ നിങ്ങൾ നമ്മുടെ ഇന്ത്യ എന്നുള്ള കൺട്രി കൊടുക്കുക. അതിനുശേഷം കൺട്രി കൊടുക്കുക. അതിനുശേഷം സിറ്റി, നിങ്ങൾ മെയിൻ സിറ്റി എന്താ വെച്ചാൽ കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ, മെയിൽ വെരിഫിക്കേഷൻ. ഈ മെയിൽ നിങ്ങൾക്ക് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പിന്നെ ശേഷം ഇപ്പം നിങ്ങൾ ഏത് മെയിലാണോ കൊടുത്തത് ആ മെയിൽ തന്നെ എന്ത് ചെയ്യുക, അതാണ് നിങ്ങളുടെ കൺഫർമേഷൻ മെയിൽ. ആ ഒരിക്കലും പിന്നെ മെയിൽ ചേഞ്ച് ചെയ്യാനൊരു ഓപ്ഷനൊന്നുമില്ല. പിന്നെ മൊബൈൽ നമ്പർ കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ റെഫറൽ ഇതുണ്ട്, അവിടെ ഓട്ടോമാറ്റിക്കലി വരും. റെഫറൽ പ്രോഗ്രാമിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരാം എങ്ങനെയാണ്. നല്ലൊരു റെഫറൽ പ്രോഗ്രാം തന്നെ ഇവർ തന്നിട്ടുണ്ട്. പിന്നെ അതിനുശേഷം നിങ്ങൾ പാസ്വേഡും ഒരു കൺഫേം പാസ്വേഡ് നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ നേരെ ഇങ്ങനൊരു ഇൻ്റർഫേസിലോട്ട് വരും. നിങ്ങളുടെ മെയിൽ, പാസ്വേഡ് എന്ന് പറഞ്ഞിട്ടൊരു ഇമെയിൽ. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വെരിഫിക്കേഷൻ മെയിൽ നിങ്ങളുടെ മെയിലിലോട്ട് വന്നിട്ടുണ്ടാവും. അത് നിങ്ങൾ പോയിട്ട് എന്ത് ചെയ്യുക, വെരിഫൈ ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആ ഒരു വെരിഫിക്കേഷൻ മെയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം വെരിഫൈ ചെയ്യുക എന്നുള്ളതാണ്. കണ്ടോ? അപ്പോൾ നിങ്ങൾ അത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ നിങ്ങളുടെ മെയിൽ പോയി ചെക്ക് ചെയ്യുക. നിങ്ങളുടെ വെരിഫിക്കേഷൻ മെയിൽ നിങ്ങളുടെ വന്നിട്ടുണ്ടാവും. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. നിങ്ങളുടെ മെയിലിലേക്ക് ഇതേപോലെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാവും. ഡെൻ ലിങ്ക് വെരിഫൈ യുവർ മെയിൽ എന്ന് പറഞ്ഞിട്ട് കണ്ടോ. നിങ്ങളുടെ എത്രയാണ് ആ വെരിഫിക്കേഷൻ കോഡ്. അപ്പോൾ 8821 വെരിഫിക്കേഷൻ കോഡ് അത് കറക്റ്റ് ഇവിടെ കൊടുക്കാം. അങ്ങനെ ശേഷം നമ്മുടെ ആ മെയിൽ വെരിഫൈ ആവുന്നതാണ്. അപ്പോൾ നിങ്ങൾ നേരെ വരുന്നത് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലോട്ടാണ്. ഇതാണ് നമ്മുടെ മെയിൻ ഇൻ്റർഫേസ്. അപ്പോൾ ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇവിടെ ഏകദേശം നിങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ 4 പ്ലാനുകളുണ്ട്. ബ്രോൺസ്, സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനം, ഡയമണ്ട് പ്ലസ്. ഏകദേശം എത്ര പ്ലാനുണ്ട്? 6 പ്ലാനുകൾ ഇവിടെ നിന്നുണ്ട് ഇവർ കൊടുത്തിട്ടുണ്ട്. ബ്രോൺസ്, സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനം, ഡയമണ്ട് പ്ലസ് ആണല്ലോ ഏറ്റവും ഹൈ ആയിട്ടുള്ള ഒരു പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ബ്രോൺസ് എന്ന് പറയുന്ന ബ്രോൺസ് എന്ന് പറയുന്ന പ്ലാൻ നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ $50 ആണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളിതിൻ്റെ പേയ്മെൻറ്റ് കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള എല്ലാ കാര്യവും പറഞ്ഞു തരാം. ഇപ്പോൾ ബ്രോൺസ് എന്നുള്ളൊരു ഇപ്പോൾ ഇവർ നിലവിൽ നമുക്ക്
എന്താണ് ഏകദേശം രണ്ടൊരു പ്രോജക്റ്റ് ഇപ്പോൾ നമുക്ക് നന്നായിട്ട് അവർ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ഇപ്പോൾ പ്രീസെയിലിൻ്റെ പ്രൊമോഷന് വേണ്ടി അവരോട് നമുക്ക് ഏകദേശം നമുക്കൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി, ബിസിനസ് ഓപ്പർച്യൂണിറ്റി വേണമെന്നുണ്ടെങ്കിൽ പറയാം, നല്ലൊരു റെഫറൽ കൊടുത്തിട്ടുണ്ട്, പ്രോഗ്രാം തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ സ്റ്റേക്കിങ്ങിൻ്റെ ഒരു ഇതും കൂടി വരാനുണ്ട്. സ്റ്റേക്കിങ് ഏകദേശം നല്ലൊരു ഏണിങ്ങോട് സ്റ്റേക്കിങ് കിട്ടും. നമ്മൾ ഇട്ടതിൻ്റെ ഏകദേശം 120% അങ്ങനത്തൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് ഒരു 12 മാസത്തിന് നമ്മൾ സ്റ്റേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അത്ര സ്റ്റേക്കിംഗ് പ്രോഗ്രാം വരാൻ പോകുന്നത് കമ്മിങ് സൂണാണ്. ഇപ്പം നിങ്ങൾക്ക് നന്നായിട്ട് റഫറൽ ഇൻകം കിട്ടും. ഓക്കെ, റഫറൽ ഇൻകം കിട്ടുന്നത് പ്ലാനൊക്കെ പറഞ്ഞുതരാം. ഒരു ബിസിനസ് ഒരു പ്ലാൻ തന്നെ നിങ്ങൾക്ക് ഒരു ബിസിനസ് മെൻറ്റാലിറ്റിയിലൂടെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ ഇത് സാധിക്കും. നല്ലൊരു ബിസിനസ് ഇൻകം വരാമെന്നുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റിയും കൂടിയാണ് ഈ ഡെല്ലിങ് എന്ന പ്രോജക്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഫസ്റ്റ് ഓഫ് നമ്മൾ കൂടുതൽ നീട്ടി പറയുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും, ഏകദേശം എല്ലാ കാര്യങ്ങളും ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. ഇപ്പോൾ ഇവരുടെ USDT TRC20 ട്രോണിൻ്റെ ബ്ലോക്ക് ചെയിനാണ് വരുന്നത്. അപ്പോൾ TRC20 ആണ് USDT നമ്മളിതിൽ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. TRC20 കറക്റ്റ് പറയുന്നുണ്ട്, TRC20 USDT ആണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് ഇതിൽ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ബ്രോൺസ് സിൽവർ ഒക്കെ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൽ ബ്രോൺസ് എന്ന് പറയുന്ന ഫസ്റ്റ് പ്ലാനിൽ എന്ത് ചെയ്യണം, ജസ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണിക്കുന്നുണ്ട്, ഓപ്പൺ യുവർ ക്രിപ്റ്റോ വാലറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ നിങ്ങൾ ഈ QR കോഡ് സ്കാൻ ചെയ്യുക, അതാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ USDT അഡ്രസ്സ് കോപ്പി ചെയ്യാം. ഓക്കെ, കോപ്പി ചെയ്യാം. ഇത് നിങ്ങൾ ഈ അഡ്രസ്സ് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ യൂസ് ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ അഡ്രസ്സിലോട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പേയ്മെൻറ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ അഡ്രസ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, കോപ്പി ചെയ്യുക. ഈ അഡ്രസ്സ് കോപ്പി ചെയ്തിട്ട് നേരെ നിങ്ങൾ നിങ്ങളുടെ ബിനാൻസ് അക്കൗണ്ടിലാണ്, ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ബിനാൻസ് അക്കൗണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്രിപ്റ്റോയിൽ കുറച്ചും കൂടി ഐഡിയുള്ള ആളുകളാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാം, അതൊന്നും കുഴപ്പമില്ല. വാട്ടെവർ മേ ബി ഏതും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എന്നാൽ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ബിനാൻസ് ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ബിനാൻസിൽ വന്നിട്ട് ഇതിൽ ഡെപ്പോസിറ്റ് വിഡ്രോ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. സെൻഡ് ക്രിപ്റ്റോ നെറ്റ്വർക്ക് എന്ന് കൊടുക്കുക. നിങ്ങൾ ആ അഡ്രസ്സ് നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത അഡ്രസ്സ് നേരെ ഇവിടെ എന്ത് ചെയ്യുക, പേസ്റ്റ് ചെയ്യാം. ഓക്കെ, പേസ്റ്റ് ചെയ്യുമ്പോൾ ഏകദേശം ഓട്ടോമാറ്റിക്കലി ഇതിൽ എന്ത് വരും, നമ്മുടെ ബ്ലോക്ക് ചെയിൻ ഇതിൽ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. ട്രോൺ TRC20 എന്ന് പറയുന്ന എന്ത് ചെയ്യുക, TRC20 എന്നുള്ള ബ്ലോക്ക് ചെയിനിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ സെലക്ട് ചെയ്യുക ട്രോൺ TRC20. അപ്പം നിങ്ങൾ ഇവിടെ കൊടുക്കുക. ഇവിടെ USDT കൊടുക്കുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതിൽ ഏകദേശം ഒരു USDT അവർ നെറ്റ്വർക്ക് ഫീ കൊടുക്കണം. അപ്പോൾ നമ്മൾ 50 USDT അടിക്കേണ്ട പകരം നിങ്ങൾ ചെയ്യുക 51 USDT കൊടുക്കുക. കാരണം വെച്ചാൽ നമ്മൾ ഈ 50 ഞങ്ങളുടെ അവിടെ ഏറ്റവും താഴത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോ, നിങ്ങൾ താഴത്ത് ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ഇപ്പോൾ നമ്മൾ 50 USDT കൊടുക്കുക, നമുക്ക് കിട്ടാൻ പോകുന്നുണ്ടോ, ഇവിടെ കണ്ടോ, ഏറ്റവും താഴത്ത് നോക്കുക, അല്ല ഇവിടെ ഏറ്റവും താഴത്ത് നമുക്ക് കിട്ടാൻ പോകുന്ന റിസീവ് ചെയ്യുന്ന എമൗണ്ട് 50 USDT ആണ്. ഓക്കെ, ഇവിടെ 51 കൊടുത്താൽ ഇവിടെ 50 USDT നമുക്ക് നമ്മുടെ അക്കൗണ്ടിലോട്ട് കയറുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം നിങ്ങൾ 100 ആണെങ്കിൽ 101 USDT നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ എന്തെങ്കിലും ഇതിൽ കൊടുക്കണം. ഓക്കെ, ഇവിടെ 100 ആണെന്നുണ്ടെങ്കിൽ 101 USDT നിങ്ങൾ കൊടുക്കണം. എന്നിട്ട് വിഡ്രോവൽ എന്നുള്ള ബട്ടൺ കൊടുക്കുക. ഓക്കെ, വിഡ്രോ ബട്ടൺ കൊടുത്തതിന് നിങ്ങളുടെ വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ആ വെരിഫിക്കേഷൻ കാര്യങ്ങൾ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ലാസ്റ്റ് വരുന്നൊരു ഇൻ്റർഫേസ് ആണ്, ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. ഓക്കെ, നിങ്ങളുടെ ഒരു ഇൻ്റർഫേസ് ആണെങ്കിൽ ഇൻ്റർഫേസ് വരും. അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം, ഞാൻ ഓൾറെഡി ചെയ്ത കാര്യങ്ങളാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, ഇങ്ങനെ ഇൻ്റർഫേസ് വരും. അപ്പോൾ ഞാൻ സെൻഡ് ചെയ്ത TRX ആണ്, ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് നിങ്ങളുടെ ഇൻ്റർഫേസ് ഇവിടെ വിഡ്രോ സക്സസ്ഫുള്ളി എന്നിട്ട് ഇങ്ങനെ ഒരു പേജ് വരും. ഓക്കെ, ഇങ്ങനെ ഒരു പേജ് വരും, വിഡ്രോ സക്സസ്ഫുള്ളി. അപ്പോൾ നിങ്ങൾ 50 USDT കംപ്ലീറ്റ് എന്ന് കാണിച്ചിട്ടൊരു ഇൻ്റർഫേസ് വരും. അതിന് തൊട്ടപ്പുറത്ത് ഈ പേജിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഓക്കെ, ഈ പേജിൽ എന്താണ് കണ്ടോ, ഈ പേജിൽ നിന്ന് ശ്രദ്ധിക്കുക, ഇങ്ങനെ ഉണ്ടാവും TRX ID കണ്ടോ, TRX ഇതല്ല കേട്ടോ, ഇതാണ് കറക്റ്റ് കാണിച്ചു തരാം. ഓക്കെ, ഈ സംഭവം ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ കോപ്പി എന്ന് പറഞ്ഞ ബട്ടൺ കണ്ടോ. ഓക്കെ, ആ TRX ID എന്ത് ചെയ്യുക, ജസ്റ്റ് കോപ്പി ചെയ്യുക അവിടെ വെച്ചിട്ട്. ആ TRX ID നേരെ കോപ്പി ചെയ്തിട്ട് നിങ്ങൾ ആ TRX ID കോപ്പി ചെയ്തിട്ട് നേരെ നിങ്ങളുടെ ഈ applink.xyz എന്നുള്ള അതിൽ പോയിട്ട് ട്രാൻസ്ഫേർഡ് നെക്സ്റ്റ് എന്ന് കൊടുത്തിട്ട് ആ ട്രാൻസാക്ഷൻ ID ജസ്റ്റ് ഇവിടെ കോപ്പി പേസ്റ്റ് അടിച്ചിട്ട് കൺഫേം കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഉണ്ടോ കൺഫേം ആ TRX ID ഇവിടെ നേരെ കോപ്പി പേസ്റ്റ് ചെയ്യുക. ആ ട്രാൻസാക്ഷൻ ID കോപ്പി ചെയ്തതിന് ശേഷം ഇവിടെ കൺഫേം കൊടുത്തതിന് ശേഷം സെക്കൻഡുകൾക്ക് അകം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഏകദേശം 5 മിനിറ്റ് 10 മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ അതിൽ കൺഫേം ആവും. ജസ്റ്റ് ഒന്നുകൂടി എന്ത് ചെയ്താൽ മതി, ഈ ആപ്ലിക്കേഷനിൽ ഒന്ന് ജോയിൻ ചെയ്താൽ മതി, ഒന്നുകൂടി എന്ത് ചെയ്താൽ ഒന്ന് ലോഗ് ഔട്ട് ചെയ്തിട്ട് കെയർ ചെയ്യാൻ മതി. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾറെഡി
ഒരു 50 എന്താണ് USDT വെച്ചിട്ട് നമ്മൾ മേടിച്ച ഒരു അക്കൗണ്ടാണ്. ഇത് എൻ്റെ അക്കൗണ്ടാണ്, ഇതാണ് എൻ്റെ മെയിൻ അക്കൗണ്ട്. ഞാൻ നേരത്തെ കാണിച്ചത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഒരു വേറെ അക്കൗണ്ട് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ മേടിച്ചു. എനിക്ക് ഇതേപോലെ നിങ്ങൾ അക്കൗണ്ടിൽ കാണിക്കും വാലറ്റ് ബാലൻസ് പറഞ്ഞിട്ട് 7,935 ഡെൻ കോയിൻ നമുക്ക് കിട്ടും. ഓക്കെ, നമ്മൾ ആ പ്ലാൻ തിരഞ്ഞെടുക്കണം, അവിടെ തന്നെ കാണിക്കും എത്ര കോയിൻസാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുക എന്നുള്ള കാര്യം അതിൽ കാണിക്കും. അപ്പോൾ ഇപ്പോൾ കണ്ടോ, ഏകദേശം 7,935 ഡെൻ കോയിൻ എനിക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ എടുത്ത പ്ലാൻ്റെ പേര് ബ്രോൺസ് എന്നുള്ള പ്ലാനാണ്. ഇനി ഇതിൽ കാണിച്ചു തരാം. ഇതിലെ 2 പ്രോജക്റ്റാണ്, ഇൻവൈറ്റഡ് ആണ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും ഏകദേശം 5 ലെവൽ ഓഫ് ഇൻകം അവിടെ ഉണ്ട്. ഓക്കെ, എത്ര ലെവൽ ഓഫ് ഇൻകം ആണ്? 5 ലെവൽ ഓഫ് ഇൻകം അവർ കൊടുത്തിട്ടുണ്ട്, 5 ലെവൽ ഓഫ് ഇൻകം. ഓക്കെ, ഇതിലെങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഒരാളെ റെഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏകദേശം 20% ഓക്കെ കിട്ടും. ഇപ്പോൾ ഒരാൾ നമ്മൾ താഴെ ഒരു അണ്ടറിൽ ഒരാളെ എന്ത് ചെയ്യണം, നമ്മൾ റെഫർ ചെയ്യണം. അപ്പോൾ അയാൾ ഒരു 50 USDT ആണ് ഇട്ട്, 50 USDT ആണ് ഇട്ടെന്നുണ്ടെങ്കിൽ 50 ഇൻറ്റു 20% ഡിവൈഡ് ബൈ നമ്മൾ 100 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നത്, നമ്മൾ അയാൾ 50 USDT ഇട്ട് 20% എന്ന് പറയുമ്പോൾ ഏകദേശം 10 USDT നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊരു റെഫറൽ റിവാർഡായിട്ട് കിട്ടും. ഓക്കെ, ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ 50 USDT നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ റെഫറൽ പ്രോഗ്രാമിലൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അയാളൊരു ഏകദേശം ഡയമണ്ട് പ്ലസ് എന്ന് പറയുന്നത് ഏകദേശം എത്രയാണ്? 250 USDT ഒരു പ്ലാനാണ് അദ്ദേഹം തിരഞ്ഞെടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ. ഓക്കെ, നല്ല 250 USDT ഒരു പ്ലാനാണ് അദ്ദേഹം തിരഞ്ഞെടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് നമുക്ക് കിട്ടാൻ പോകുന്നത് ഏകദേശം 50 USDT ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ മനസ്സിലാക്കുക, നമ്മൾ ചെറിയൊരു എമൗണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ബാക്കിയുള്ള ആളുകളുടെ നല്ലൊരു റെഫറൽ ഇൻകത്തിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലൊരു പ്ലാറ്റ്ഫോം, നല്ലൊരു റെഫറൽ ഇതായിട്ട് ഒരു ബിസിനസ്സായിട്ട് തന്നെ നിങ്ങൾക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഇപ്പോൾ പിന്നെ ഫസ്റ്റത്തെ ആളെന്ന് പറയല്ലേ, ഈ ലെവൽ ഓഫ് ഇൻകം ഒക്കെ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യമാണ്. അപ്പോൾ ഇത് 20% ആണ്. സെക്കൻഡ് ലെവലിൽ നമുക്ക് 10%, തേർഡ് ലെവലിലും 10%, ഫോർത്ത് ലെവലിൽ 5%, ഫിഫ്ത്ത് ലെവൽ 5%. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ. അപ്പോൾ ഞാനൊരാൾ A എന്ന് പറയുന്ന ഒരാളെ ഇൻവൈറ്റ് ചെയ്തു, എന്ത് ചെയ്തു, B എന്ന് പറയുന്ന ഒരാളെ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് എത്ര പെർസെൻറ്റേജാണ്? 10%. ഓക്കെ, അങ്ങനെ ഒരു 5 ലെവൽ ഇങ്ങനെ പോയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏൺ ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ലൊരു ഏൺ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? നല്ലൊരു റെഫറൽ ഇൻകം ഇതിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി വിചാരിക്കുന്നു. ഇനി ഇത് ഇവരുടെ സ്റ്റേക്കിംഗ് കാര്യങ്ങൾ അവർ വരുത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റേക്കിങ്ങിലൂടെ നമുക്ക് നല്ലൊരു ഏണിങ് അവർ കൊടുക്കുന്നുണ്ട്. സ്റ്റേക്കിംഗ് അവർ വരുത്തുന്നേ ഉള്ളൂ. സ്റ്റേക്കിംഗ് വന്നതിന് നമുക്ക് ഏകദേശം ഒരു 50% അവരുടെ സ്റ്റേക്കിംഗ് റിവാർഡ് കിട്ടുകയാണ്. അത്യാവശ്യം നല്ലൊരു ഇതായി. ജസ്റ്റ് ഞാൻ കാര്യങ്ങൾ കാണിച്ചു തരാം. നമ്മൾ പ്രൊഫൈലിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ കാണിക്കാൻ പറ്റും. പിന്നെ പ്രൊഫൈൽ ഇങ്ങനെ ഉണ്ടാവും. നമ്മുടെ ഇമെയിൽ നമുക്ക് മാറ്റാൻ പറ്റില്ല എന്നുള്ളതിനെ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് അവർക്ക് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇപ്പോൾ എടുത്ത പ്ലാൻ്റെ പേര് ബ്രോൺസ് എന്നുള്ള പ്ലാനാണ്. അപ്പോൾ ആ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹോമിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഹോമിൽ എന്താണ് ഇത് നമ്മുടെ ഈ റെഫറൽ റിവാർഡിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നമുക്കിവിടെ ഇവിടെയാണ്. ഓക്കെ, വിഡ്രോൾ ഹിസ്റ്ററി, നമുക്ക് നേരെ വിഡ്രോ ഒക്കെ അടിക്കേണ്ടതൊക്കെ അവിടെയാണ്. ഓക്കെ, അപ്പോൾ വിഡ്രോൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെയാണ് വരിക. ഓക്കെ, വിഡ്രോ ഹിസ്റ്ററി അതൊക്കെ എവിടെയാണ് വരിക. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു 10 USDT ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇവിടെ ഒരു 10 USDT ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ വിഡ്രോ അടിക്കുക എന്നുള്ള കാര്യം ഇപ്പോൾ പറയാം. ഇവിടെ വിഡ്രോ കൊടുത്താൽ മതി, നമുക്ക് നേരിട്ട് വിഡ്രോ അടിക്കാൻ പറ്റും. അത് ഏത് അഡ്രസ്സിലോട്ടാണ്? ഇപ്പോൾ പ്രൊഫൈലിൽ പോവാം. ഓക്കെ, പ്രൊഫൈലിൽ പോയിട്ട് ഇവിടെ ഉണ്ടാവും റിവാർഡ്സ്. അപ്പോൾ നമ്മളിപ്പോൾ വാലറ്റ് അഡ്രസ്സ് സെറ്റ് ചെയ്തിട്ടില്ല. ജസ്റ്റ് വാലറ്റ് അഡ്രസ്സിൽ നിന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു വാലറ്റ് അഡ്രസ്സ് കൺഫേം ചെയ്യാൻ പറ്റും. ഈ വാലറ്റ് അഡ്രസ്സ് എന്ത് ചെയ്യണം? TRC20യുടെ ഡെപ്പോസിറ്റ് അഡ്രസ്സ് ആയിരിക്കണം. എവിടെ? നമ്മുടെ ബിനാൻസിൽ പോവാം. കാര്യം ഫുള്ള് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ബിനാൻസിൽ പോയിട്ട് USDT നമ്മൾ ബിനാൻസിൽ പോയിട്ട് അതിൽ സ്പോട്ടിൽ പോയിട്ട് ഇതിലുണ്ടാവും ഡെപ്പോസിറ്റ് എന്ന സംഭവമാണ്. ഡെപ്പോസിറ്റ് അത് എടുത്തിട്ട് ഇവിടെ എന്ത് ചെയ്യാം? USDT എന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ USDTയുടെ ഏറ്റവും താഴത്തുണ്ടാവും ട്രോൺ TRC20. ഓക്കെ, കണ്ടോ ഈ സംഭവം? ഇതിൻ്റെ അഡ്രസ്സാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അവിടെ കോപ്പി പേസ്റ്റ് അടിക്കേണ്ടത്. മനസ്സിലായോ? അപ്പോൾ ട്രോണിന് കൊടുക്കുക. ഇവിടെ ഉണ്ടാവും ഈ അഡ്രസ്സ്. എന്ത് ചെയ്യുക? നേരെ ഇവിടെ കോപ്പി അടിക്കുക. ഇവിടെ പോയിട്ട് പേസ്റ്റ് അടിച്ചിട്ട് കൺഫേം അടിച്ച് കഴിഞ്ഞാൽ ആ അഡ്രസ്സിലോട്ടാവും പിന്നെ നമ്മൾ വിഡ്രോ അടിച്ച എല്ലാ എമൗണ്ടും കയറുന്നത്. അപ്പം നിങ്ങൾക്ക് എന്ത് കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവരുടെ വെബ്സൈറ്റ് ലിങ്ക്, ട്വിറ്റർ അക്കൗണ്ട് കാര്യമൊക്കെ അവരുടെ വെബ്സൈറ്റ് ലിങ്ക് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇതിനായിട്ടൊരു വാട്സപ്പ് ഗ്രൂപ്പ് തന്നെ തുടങ്ങുന്നുണ്ട്. നിങ്ങൾക്ക് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അതിൽ ചോദിച്ചറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്ര നമ്മുടെ വീഡിയോ. അപ്പോൾ മാക്സിമം എല്ലാവരും, നമുക്ക് അത്യാവശ്യം ലെങ്തി ആയിട്ട് 20 മിനിറ്റ് ഇപ്പോൾ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും എന്ത് ചെയ്യുക? ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്യുക. നല്ലൊരു ഇൻകം പ്ലാനാണ്. മാക്സിമം എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സെറ്റപ്പ് ചെയ്യുക. ഓക്കെ, ബൈ.